UDF-ന്റെ പിന്തുണയോടുകൂടിയാണ് ഇവിടെ ഞാൻ മത്സരിക്കുന്നത്. അവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജാതിമത പരിഗണനകൾ മാറ്റിവെച്ച് എല്ലാ നല്ല അമ്പലപ്പുഴക്കാരുടെയും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. കേരളത്തിലെ 2 പ്രബല മുന്നണികളിലുണ്ടായിട്ടുള്ള UDF മുന്നണിയുടെ കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം അടങ്ങുന്ന UDF മുന്നണിയുടെ പൂർണ്ണ പിന്തുണ അവരെനിക്ക് ഞാൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം അവർ ആത്മാർത്ഥമായിട്ട് തന്നിരിക്കുകയാണ്. അവരുടെ എല്ലാം മുൻകൈയോടുകൂടിയാണ് ഈ മത്സരം നടക്കുന്നത്. നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന ഈ പ്രകടനവും അങ്ങനെ തന്നെയാണ്. നോമിനേഷൻ 12:50 കൊടുത്തു കഴിഞ്ഞാൽ ഒരു റോഡ് ഷോ ഉണ്ടെന്നാണ് സംഘാടകർ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ സംഘാടകർ അവിടെ അനൗൺസ് ചെയ്യും. തീർച്ചയായിട്ടും ഈ മത്സരം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ സുവർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തുന്ന ഒന്നാണ്. സ്ഥാനാർത്ഥിയായ എനിക്ക് ഇലക്ഷൻ കമ്മിറ്റിയോടൊന്നുമില്ല, വാർഡ് കമ്മിറ്റി പോലുമില്ല. പക്ഷേ UDF-ന്റെ എനിക്ക് പിന്തുണ UDF-ന്റെ കമ്മിറ്റികളൊക്കെ അവിടെയുണ്ട്. അവരെല്ലാം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ എനിക്കായി ഞാനൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അതുപോലെ തന്നെ ജയിച്ച് അസംബ്ലിയിൽ ചെന്നാൽ ഈ തരത്തിലുള്ള പൊതു വികാരങ്ങളാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. എല്ലാവരെയും ഒരുപോലെ കാണുന്നു. മുമ്പ് ഞാൻ 15 തവണ MLA-യും 2 തവണ മിനിസ്റ്ററുമായിട്ട് ഈ മണ്ഡലത്തിൽ പോയപ്പോഴും എങ്ങനെയാണോ എല്ലാവരോടും പെരുമാറിയത് അങ്ങനെ തന്നെയായിരിക്കും പെരുമാറുന്നത്. വികസന പ്രവർത്തനത്തിന് യാതൊരു രാഷ്ട്രീയവുമില്ലാതെ തെളിയിച്ചത് ആ 15 വർഷമാണ്. അത് ഇനിയും അതിനേക്കാൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. വളരെ സന്തോഷത്തോടു കൂടി ജനകീയ സ്വതന്ത്രനായ ഞാൻ UDF പിന്തുണയ്ക്കുന്ന ഞാൻ നോമിനേഷൻ കൊടുക്കാൻ റിട്ടേണിംഗ് കമ്മീഷൻ്റെ മുന്നിലേക്ക് പോവുകയാണ്. 12:55 നോമിനേഷൻ നൽകാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പിന്തുണയും ആശീർവാദവും സ്നേഹവും ആശംസയും എല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ജി സുധാകരൻ സ്വതന്ത്രനാണ്. UDF സിന്ദാബാദ്. UDF സ്വതന്ത്രൻ എന്നുള്ള ജനകീയ സ്വതന്ത്രൻ അദ്ദേഹം മാറ്റിയിട്ടുണ്ട്.